عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. എല്ലാ മാശൈഖന്മാരുടെ തോളുമ്മൽ ഏകൾ അരുളാലേ എൻ്റെ കാലെന്നോവർ അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചൊന്നാരെ അവരെ തലക്കുമ്മൽ ഹൽക്ക് പൊതിഞ്ഞോവർ വിൽകുതുബിർ റബ്ബാനി വൽഗൗസി സമദാനി നജ്ജിന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, മഹാനായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ മദ്ഹ് പ്രകീർത്തനമായ മൊഹീദ്ദീൻ മാലയിലെ വരികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഹീദ്ദീൻ മാലയുടെ വരികളിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ മശായിഖന്മാരുടെ തോളുമ്മൽ ഏകൾ അരുളാലെ എൻ്റെ കാൽ എന്നോവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം എല്ലാ ആത്മീയ ഗുരുക്കളുടെയും ചുമലിൽ എൻ്റെ കാല് ഉണ്ട് എന്നാണ് ശൈഖ് അവർകൾ, മഹാനായ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളുപ്പാപ്പ പറയുന്നത് എന്ന് മാത്രമാണ് ഈ വരിയുടെ അർത്ഥം. ഗൗസുൽ ആദം തങ്ങളുടെ കാലത്തും പിൻകാലത്തും ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിച്ചത് മഹാനവറുകൾ തന്നെയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. എല്ലാ ഔലിയാക്കളുടെയും ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിച്ചതും മഹാനവറുകൾ തന്നെയാണ്. ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ എന്ന് പറഞ്ഞാൽ ലിസ്റ്റിട്ട് എല്ലാവരുടെയും പിരടിയിൽ ചവിട്ടി നടക്കുക എന്നതിന് അർത്ഥമില്ല. ഇനി ഒരാളുടെ നേതൃത്വ പദവി അംഗീകരിച്ചുകൊണ്ട് ചവിട്ടിയാൽ അത് ബഹുമാനക്കുറവോ ആദരവ് കുറവോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ എല്ലാ മഹാന്മാരും ശൈഖ് അവർകൾ എല്ലാ ഔലിയായിൻ്റെ പിരടിയിൽ എൻ്റെ കാലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഔലിയായിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ മഹാന്മാരും അത് സമ്മതിക്കുകയും അതിൻ്റെ ആ സ്പോട്ടിൽ തന്നെ മഹാനവറുകൾക്ക് ചവിട്ടാൻ വേണ്ടി ചുമല് താഴ്ത്തിക്കൊടുത്ത സംഭവം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ മഹാനായ ശൈഖ് അവറുകളുടെ മഹത്വം പ്രഖ്യാപിക്കപ്പെടുകയാണ് ഈ വരിയിൽ. കേട്ടോ, എല്ലാവരും ഈ വരിയുടെ അർത്ഥം മനസ്സിലാക്കണം. അല്ലാഹു തആല ഒരു മനുഷ്യന് സ്ഥാനം നൽകുമ്പോൾ ആ സ്ഥാനത്തിന് ഇത്ര കണക്കേ ഉണ്ടാകൂ എന്ന് ഒന്നുമില്ല. അള്ളാഹു അവനുദ്ദേശിച്ചത്ര കൊടുക്കുന്നു. അള്ളാഹു ഷെയ്ഖ് ജീലാനിയുടെ കാര്യത്തിലും ഒരു വിധത്തിലുള്ള അസങ്കേതികമോ ഇല്ല, ശരിയല്ലാത്ത ഒരു നിലപാടുകളോ ഇല്ല. എല്ലാം അത് ആദരവാണ്. അള്ളാഹു തആല തന്നെ ഓരോ മാർഗം ആദരവിന് അള്ളാഹു തആല തന്നെ ഓരോ മാർഗം ഓരോരുത്തർക്കും അള്ളാഹു നൽകും. കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞുവല്ലോ, യാ ഗൗസുൽ ആദം എന്ന് അള്ളാഹ് വിളിച്ചവർ. അങ്ങനെ വിളിക്കുന്നതിനോ അത്തരം ഒരു ഇൻഫർമേഷൻ തനിക്ക് ലഭിക്കുന്നതിനോ ഇസ്ലാമികമായി തടസ്സമില്ലെങ്കിൽ ഔലിയാഇന്റെ ലീഡർഷിപ്പ് കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വിധത്തിലുള്ള ഒരു മെസ്സേജ് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് ലഭിക്കുന്നത് അത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തടസ്സവും ഇല്ലെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എത്രയോ മഹാന്മാർക്ക് അല്ലാഹു തആല ഈ വിധത്തിലുള്ള പദവികളും സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു എന്ന്
എന്ന സന്ദേശം അറിയിക്കുന്ന സംഭവങ്ങൾ ധാരാളം ഉണ്ട്. അത് നമുക്കറിയാലോ. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാൻ വേണ്ടി മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ലേ? അത് ആദം നബിയെ ബഹുമാനിക്കാൻ വേണ്ടി, ആദരിക്കാൻ വേണ്ടിയാ. അല്ല, മനുഷ്യർക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അത് അള്ളാഹുത്തെ ആദരിക്കാൻ വേണ്ടി അള്ളാഹിന്റെ കൽപ്പനയാണ്. അങ്ങനെ മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. അതേസമയം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ ഉപ്പയും ഉമ്മയും മറ്റ് സഹോദരങ്ങളും സുജൂദ് ചെയ്തു. ഖുർആനിൽ നമുക്ക് കാണാം. അതും ആദരവിന്റെ അവസ്ഥകൾ അങ്ങനെ പല രൂപത്തിലും ഉണ്ട്, പല രൂപത്തിലും കടന്നു വരും. അത് ഇസ്ലാം എതിർക്കാത്ത രൂപത്തിലായിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിൽ വന്നപ്പോൾ അതിനെയൊക്കെ മുത്തുനബി തങ്ങൾ വിരോധിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പോയവരോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യർക്ക് നിങ്ങൾ സുജൂദ് ചെയ്യരുത്. അങ്ങനെ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ കാലിന്റെ അടിയിൽ പോയി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് നബി തങ്ങൾ അവിടുന്ന് അത് തടസ്സം ചെയ്തു. മറ്റുള്ളവര് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആദം നബി അവിടുന്ന് തടസ്സം ചെയ്തില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തും അങ്ങനെ നടന്നു. അപ്പോൾ അങ്ങനെ ഒരു ആദരവ് ഇസ്ലാമിൽ നിലവിൽ ഇല്ല. അതുകൊണ്ട് അപ്പോൾ ഒരാളുടെ പിരടിയിൽ എൻ്റെ കാല് ഉണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ നേതൃത്വ പദവി അംഗീകരിക്കണം എന്നാണ്. അത്തരത്തിൽ ഔലിയാഹിന്റെ ലോകത്ത് ചിലർക്ക് ലീഡർഷിപ്പ് കൊണ്ട് അല്ലാഹു തആല അവരെ ആദരിക്കപ്പെടുകയും ആത്മീയമായി അത് അംഗീകരിക്കുന്ന സംവിധാനങ്ങളും അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് ഇസ്ലാമികമായി എതിർപ്പൊന്നുമില്ല. അതിന് തെളിവുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. ഇനി ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കാലത്ത് ജീവിച്ചവരും അതിന് ശേഷം വന്നവരും ഔലിയാക്കളെ, മറ്റുള്ള എല്ലാ ഔലിയാക്കളും ഷെയ്ഖ് ജീലാനി തങ്ങളെ എങ്ങനെയാണ് കണ്ടത് അത് നാം മനസ്സിലാക്കണം. എല്ലാവരും ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഷെയ്ഖ് ജീലാനി തങ്ങളെ കണ്ടത്. എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. ആരും എന്തായിട്ടില്ല, എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അബൂബക്കർ എന്ന് പറയുന്ന ഒരു വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചതായി നമുക്ക് കാണാം. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയും പിന്നെ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ അത് സ്ഥാനം തിരിച്ചു നൽകപ്പെടുകയും ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചൊന്നാരെ അവരെ താലക്കും മേൽ ഹൽക്ക് പോതിഞ്ഞോവർ. കഴിഞ്ഞ വരി നമ്മൾ പറഞ്ഞതുപോലെ എന്താ, ശൈഖ് അവറുകളുടെ പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാ ഔലിയാക്കളുടെയും പിരടിയിൽ എൻ്റെ കാല് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ അത് സത്യമാണെന്ന് പറഞ്ഞു. അന്നേരം മലക്കുകൾ മെയ്യെന്ന് ചെന്നോരെ മലക്കുകൾ എന്തായി, സത്യമാണെന്ന് പറഞ്ഞു. അവരെ താലക്കും മേൽ ഹൽക്ക് പൊതിഞ്ഞോവർ. ശൈഖ് അവറുകളുടെ ചുറ്റി ശൈഖ് അവറുകളെ പറ്റി അന്തരീക്ഷത്തിൽ സൃഷ്ടികൾ പൊതിഞ്ഞു. ശൈഖ് അവറുകളുടെ മദ്ഹ് പറയാൻ അവരുകളെ ചുറ്റി എന്തായി, അന്തരീക്ഷത്തിൽ സൃഷ്ടികൾ പൊതിഞ്ഞു. ശൈഖ് അവറുകളുടെ കറാമത്ത് എന്ന രൂപത്തിൽ ധാരാളം മലക്കുകൾ പൊതിഞ്ഞു എന്നാണ്. അവിടെയും പരിസരത്തും ഒക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായി. അത്തരത്തിൽ മലക്കുകൾ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ മലക്കുകൾ എന്തെങ്കിലും സന്ദേശം ഔലിയാക്കൾക്ക് കൈമാറുന്നതിനോ ഇസ്ലാമികമായ ഒരു തടസ്സവും ഇല്ല. നമ്മൾ നോക്കൂ, മറിയം ബീവിയുടെ ചരിത്രം നമുക്കറിയാലോ. എന്താ മറിയം ബീവിയുടെ ചരിത്രം? ജിബ്രീൽ അലൈഹിസ്സലാം ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. സൂറത്ത് മറിയമിൽ എന്താ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ രൂപാന്തരപ്പെട്ടുകൊണ്ട് മറിയം ബീവി
മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് മറിയം ബീവിയുടെ അടുക്കലേക്ക് വരുന്നു. നല്ല സുന്ദരിയും സുമുഖിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒറ്റക്ക് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. എന്നിട്ട് പറയുന്നു, മറിയം ബീവി മനുഷ്യനെ കണ്ടപാട്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപാട് ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് വരുന്നത്. ഖാലത്ത് ഇന്നി ഔസു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. സൂറത്ത് മറിയമിൽ ഈ കഥ പറയുന്നുണ്ട്. ഞാൻ അള്ളാഹിനെ പേടിക്കുന്ന മനുഷ്യ, അള്ളാഹിനെ പേടിക്കുന്ന മനുഷ്യ, ഒരു പെണ്ണ് ഒറ്റക്കുള്ള സമയത്ത് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ആ രംഗം അള്ളാഹു ഖുർആനിൽ എടുത്ത് പറയുന്നു. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിയഹബ ലകി ഗുലാമൻ സക്കിയ്യാ. ഞാൻ അള്ളാഹു അയച്ചതായിരിക്കുന്ന ഒരു ദൂതനാണ്. അള്ളാഹു നിങ്ങളിലേക്ക് അയച്ച ഒരു ദൂതനാണ്. എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ഒരു കുട്ടിയെ തരാൻ വേണ്ടി അള്ളാഹു എന്നെ അയച്ചതാണ്. ഇത് പറയുന്നതിൻ്റെ ഇടയിൽ ഈ മലക്കഥ മറിയം ബീവിയുടെ കോളർ പിടിച്ച് അതിലേക്ക് ഊതുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുന്നു. ചരിത്രം വളരെ സുദീർഘമാണ്. മറിയം ബീവി ചോദിക്കുന്നു, കാലത്ത് യകൂനു ലീ ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ്യാ. എങ്ങനെ എനിക്ക് കുട്ടിയുണ്ടാകാനാണ്? എന്നെ ഇതുവരെ ഒരു മനുഷ്യൻ തൊട്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എനിക്ക് കുട്ടിയാകുന്നത്? ഖാല കദാലിക ഖാല റബ്ബുക വഅലയ്യ ഹയ്നുൽ വലിനജ്അലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ളിയാ. മറിയമേ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. അല്ലാഹു അതിനൊക്കെ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞ് അതാ മറിയം ബീബി റളിയല്ലാഹു അൻഹാക്ക് ഒരു കുട്ടിയെ അവിടെ ഊതിക്കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പോവുകയാണ്. ഇങ്ങനെ മറിയം ബീവി ഇത്രയും ഒരു വലിയത്തായ മറിയം ബീവിയുടെ അടുക്കൽ മലക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓർക്കണം. ഔലിയാക്കളുടെ നേത്രപദവി അലങ്കരിക്കുന്ന മഹാനായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പയുടെ അടുക്കൽ മലക്കുകൾ അവരെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള സപ്പോർട്ട് മലക്കുകൾ അവർക്ക് നൽകിയിട്ടുണ്ട്, മലക്കുകൾ അവർക്ക് സന്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു സംശയിക്കേണ്ട ആവശ്യം ഇല്ല. ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വരിയിലൂടെ നമുക്ക് പറയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എനിക്ക് പറയാൻ, നിങ്ങൾക്ക് കേൾക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.